അങ്ങനെ ഈ ഒരു 2 ദിവസത്തെ സ്കെയിലപ്പ് കോൺക്ലേവ് 2026-ന്റെ ലാസ്റ്റ് പാനൽ ഡിസ്കഷൻ, ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് നല്ല ടോക്ക് സെഷൻസ് എല്ലാം നമ്മൾ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് ദസ് വിൽ ബി ഓൺ ദ ടോപ്പിക് യങ് ഫൗണ്ടേഴ്സ് ബിൽഡിംഗ് ബിഗ് ആൻഡ് സ്കെയിലിംഗ് ഹൈ. 6 യങ് ഫൗണ്ടേഴ്സ്, 6 യങ് ഓൺട്രപ്രണേഴ്സ് ആണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ടിംഗ് ഫ്രോം മിസ്റ്റർ ഷബാസ് NC, ഫൗണ്ടർ ഓഫ് ഫുൾവാം. ഇവിടെ ഈവെന്റിന്റെ ബ്രേക്കിലൊക്കെ പലപ്പോഴും നമ്മൾ ഫുൾവയുടെ സ്നാക്സ് ആയിരിക്കാൻ കഴിച്ചിട്ടുണ്ടാവുക. ആൻഡ് ഞങ്ങളും ഒരുപാട് ഫുൾവയുടെ സ്നാക്സ് കഴിച്ചു. ഇറ്റ് വാസ് സോ യമ്മി. ഐ വാണ്ട് ഓൾ ഓഫ് യു ടു ജസ്റ്റ് ടേസ്റ്റ് ഇറ്റ്. ആൻഡ് വി ഹാവ് ദ ഫൗണ്ടർ ഓഫ് ഫുൾവാം വെൽക്കമിംഗ് Aisha Minha P, founder of the Wow Kit. And truly she is the wow woman, the wonder woman here. Aisha Minha P, welcome. And now we have founder of Pixel Post, Mr. Arifat Ansari. Ladies and gentlemen, നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം, because it takes a lot of hard work, perseverance to be a young entrepreneur, an entrepreneur of course. Welcoming the founder of Arnico, Mr. Fahim Shahid. Moving on, we have yet another young entrepreneur joining us, Mr. Shibin K, CEO and co-founder of Railroad. Last but not the least, I'd love to welcome Mr. Mohammed Delshad, founder of Woolside Technologies. സോ ഇന്നത്തെ ഈ ഒരു തലമുറയിൽ, ഈ ഒരു ജനറേഷനിൽ കൂടുതൽ പേരും ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് പേരും വളരെ യങ് ആയിട്ടുള്ളവരാണ്. ആൻഡ് വിച്ച് ഇസ് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇവിടെ നമ്മുടെ മുൻപിൽ ഈ സ്റ്റേജിലിരിക്കുന്നവരെല്ലാവരും 6 പേരും സക്സസ്ഫുൾ ആയിട്ടുള്ള യങ് ഓൺട്രപ്രണേഴ്സ് ആണ്. ആൻഡ് ഐ വുഡ് ലവ് ടു സ്ട്രെസ് ദ വേർഡ് സക്സസ്ഫുൾ, കാരണം ഇന്ന് അവരറിയപ്പെടുന്നത് അവരുടെ ബ്രാൻഡിലൂടെയാണ്. സോ വി വുഡ് ലവ് ടു ലിസൺ മോർ തിങ്സ്, യുവർ എക്സ്പീരിയൻസസ് ഫ്രം these young entrepreneurs here. But before we begin, I would love all of you to please give a very big round of applause to these young entrepreneurs here right in front of me on the stage. Over to the session, please. Hi, good evening all. I am Shibin K, CEO and co-founder of Railroads. Railroads ഒരു ട്രാവൽ ഫുഡ് ബ്രാൻഡാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ട്രെയിനിലും ബസ്സിലും നമ്മൾ പോകുമ്പോൾ നമുക്ക് ഹൈജീനിക് ആയിട്ടുള്ളൊരു ഫുഡ് കിട്ടുന്നില്ല, ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തൊരു ബ്രാൻഡാണ് റെയിൽറോൾസ് എന്ന് പറയുന്നത്. സോ ഈ സെഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു സ്റ്റാർട്ടപ്പ്, യങ് ഫൗണ്ടേഴ്സ് സ്റ്റാർട്ടപ്പ് ചെയ്ത് ഇങ്ങനെ എന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്തു, അതെങ്ങനെയാണ് മറികടന്ന ഒരു ക്വിക്ക് ടോക്ക്. ആൻഡ് വി ഹാവ് വണ്ടർഫുൾ പാനൽ. 5, ഞാനല്ലാതെ കൂടുതൽ 5 സ്പീക്കേഴ്സ് ഉണ്ട്. സോ ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ടിങ് ഫ്രം യു. എൻ്റെ പേര് അർഫാത്ത്, ഫൗണ്ടർ ഓഫ് പിക്സൽ പോസ്റ്റ്. ഒരു കമ്പനിയും കൂടെ ചെയ്യുന്നുണ്ട്, AI ബേസ്ഡ് ആണ്, ക്രീറ്റോ എന്ന് പറയും. പിക്സൽ പോസ്റ്റ് നമ്മളെന്താ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഓഫ്ലൈൻ അഡ്വർടൈസിങ് കമ്പനിയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഡിജിറ്റൽ സ്ക്രീൻസ് പ്ലേസ് ചെയ്തിട്ട് അതിൽ ബ്രാൻഡുകൾക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും. ക്രീറ്റോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എഡ്യൂക്കേഷൻ ടൈപ്പ് ഓഫ് ഷോർട്ട് ഫോം കണ്ടൻറ്റ് ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ബാക്കിയുള്ളവർ ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ഹായ്, ഐ ആം ദിൽഷാദ്, ഫൗണ്ടർ ഓഫ് വോസായ്. നമ്മളത് ഒരു AI പവേർഡ് ബിസിനസ് സൊല്യൂഷനാണ്. ഓരോ ബിസിനസ് ഓണേഴ്സിൻ്റെ പ്രോബ്ലംസ് ഡയഗ്നോസിസ് ചെയ്തിട്ട് അവർക്ക് AI വെച്ച് ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ഹായ് എവറിബഡി, എൻ്റെ പേര് ഐഷ മിൻഹ. ഞാൻ വൗ കിഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫൗണ്ടറാണ്. ആൻഡ് നമ്മളെ ബ്രാൻഡിൻ്റെ എക്സ്പെർട്ടൈസ് ഇസ് പേഴ്സണലൈസേഷൻ ആൻഡ് കസ്റ്റമൈസേഷൻ. അതുപോരാതെ തന്നെ നമ്മൾ എഡ്യൂക്കേഷൻ ആൻഡ് വാല്യൂ ഫോക്കസ് ചെയ്തിട്ടുള്ള ടോയ്സ് ഓൾസോ സെൽ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് സ്മോൾ ബ്രീഫ് അബൌട്ട് മൈ ബ്രാൻഡ്. ഹായ്, ആദ്യം തന്നെ ഏകദേശം 8 മണി ആവാനായി, എന്നിട്ടും ഇത്ര പേര് ഉള്ള ഭയങ്കര സന്തോഷമുണ്ട്. സോ അതിന് വലിയൊരു നന്ദി പറയാണ്. ഓക്കെ, സോ ഞാൻ ഷാബാസ്, ഞാനൊരു കോഴിക്കോട്ടുകാരനാണ്. ഒരു 2 ഇയർ ബാക്ക് ഞാനും എൻ്റെ 3 ഫ്രണ്ട്സ് ഇർഫാൻ, തഷ്രീഫ്, അതുപോലെ തന്നെ സനു ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ 4 പേര് കൂടെ ഒരു
ഹൽവ ബ്രാൻഡ് തുടങ്ങി ഫുൽവ എന്ന പേരിൽ. ഇന്ന് താങ്ക് ഗോഡ് നമ്മൾ നമ്മുടെ നാട്ടിലുള്ള കോഴിക്കോടൻ ഹൽവേനെ ഗ്ലോബലൈസ് ചെയ്യുക എന്നുള്ള ഇൻറ്റൻഷനോട് കൂടിയിട്ട് ഏകദേശം ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ D2C നമ്മളെ വെബ്സൈറ്റ് ത്രൂ സെയിൽസ് നടത്തുന്നുണ്ട്. അതുകൂടാണ്ട് മൾട്ടിപ്പിൾ ചാനൽസിലേക്ക് ഇപ്പോൾ ബ്രാൻഡ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഓൾസോ ഏകദേശം ഒരു 15-ലേറെ രാജ്യങ്ങളിലേക്ക് ഇപ്പം ഡയറക്റ്റ്ലി ഷിപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ നാട്ടിലുള്ള ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഹലുവകൾക്കൊക്കെ ഒരു ചോക്ലേറ്റിന് ഹെർഷീസ് ഉള്ള പോലെ അല്ലെങ്കിൽ കാഡ്ബറി ഉള്ള പോലെ ഫുൽവേനെ അങ്ങനെ ഒരു ഗ്ലോബൽ ബ്രാൻഡാക്കി മാറ്റുക എന്നുള്ളൊരു ഇൻറ്റൻഷനാണ്. സോ ദാറ്റ്സ് താങ്ക് യു. ഹായ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 19 വയസ്സുള്ള പയ്യന് 2025 കഴിഞ്ഞ വർഷം, ഒരു വർഷം മുമ്പ് ഏകദേശം ആ ഒരു സൈഡിലായിട്ട് സ്കെയിലപ്പ് ഇവൻ്റ് അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അവനക്ക് ഒന്നുമില്ല, ബേസിക്കലി ഒരു +2 കഴിഞ്ഞ് അന്ന് ജസ്റ്റ് ഒരു ടെക് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ്. ആൻഡ് ഒരു വർഷം പുറത്തേക്ക് നോക്കുമ്പോൾ ആ സീറ്റിൽ നിന്ന് ഈ സീറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ആൻഡ് ആ പയ്യൻ്റെ പേരാണ് ശരിക്ക് ഫഹീം ഷാഹിദ്. ആൻഡ് വാട്ട്സ് ഏണിക്കോ, ഫൗണ്ടർ ഓഫ് ഏണിക്കോ എന്ന് പറയുമ്പോൾ എന്താണ് ഏണിക്കോ എന്നുള്ളത് അതിൽ തന്നെ ഉണ്ട്. ആ ഒരു സീറ്റിൽ നിന്ന് ഈ ഒരു സീറ്റിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാത്ത ആ പയ്യൻക്ക് കുറേ കാര്യങ്ങൾ വേണമായിരുന്നു. ഒരു വിസിബിലിറ്റി വേണം. അതിന് ആ പയ്യൻ കോണ്ടൻറ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കണം. മേ ബി നമ്മൾ മലപ്പുറം ഭാഷ പറഞ്ഞാൽ മലപ്പുറം ഭാഷ വരിക. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കണം. അതിന് സെയിൽസ് പഠിച്ചു. ആൻഡ് അവിടുന്ന് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു നെറ്റ്വർക്ക് വേണം. ഒരുപാട് ബിസിനസ് ഇവൻറ്റ്സ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് സ്റ്റേജിലേക്ക് കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ഫിയർ ഉണ്ടായിരുന്നു. ആ ഫിയർ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓഫ്ലൈൻ സെഷൻസ് എടുത്തു തുടങ്ങി. ആൻഡ് ഇതാണ് ആക്ച്വലി ഏണിക്കോ ചെയ്യുന്നത്. നിങ്ങളെ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുന്നവർക്ക് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യാം, മൾട്ടിപ്പിൾ സ്കിൽസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു ഫഹീം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫഹീമിനോട് തന്നെയാണ്. സോ ക്വസ്റ്റ്യൻ ഈസ്, നമ്മൾ യങ് ഏജിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയായിരുന്നു അഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ യങ് ഏജിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഡിഫിക്കൽട്ടീസാണ് ഫഹീം നേരിട്ടിട്ടുണ്ടായിരുന്നത്? ഓക്കെ, യങ് ഏജിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇതിൽ യങ് ഏജുള്ളവരുണ്ട്. യങ് ഏജ് എന്ന് പറയുമ്പോൾ എന്തൊരു സംഗതിയാണെന്നല്ലോ, ഇപ്പോൾ ഓൺടർപ്രണർഷിപ്പ് പോട്ടെ, എന്തെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫെയിലിയർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇല്ല. അത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഫെയിലിയർ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ഗിവ് അപ്പ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഒരു സാധനം വിട്ടു കൊടുക്കുക എന്നുള്ളൊരു സാധനമുണ്ട്, ഗിവ് അപ്പ് ഉണ്ട്. ബട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇല്ല. ട്രൈയിങ് ആണ്. നമ്മൾ ട്രൈ ചെയ്ത് നമ്മൾ വൺസ് സക്സസ് ആവുന്ന സമയത്താവും ആൾക്കാർ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. അപ്പോൾ അവർ ചിലപ്പം പറയും അത് ലക്കാണ്, അതാണ് ഇതാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടാവും. അപ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ട്രൈയിങ്. സോ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് യങ് ഏജ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഹെൽത്ത് ഉണ്ട്, ഒരുപാട് നോളജ്, ടൈമുണ്ട് നിങ്ങൾക്ക്. ഇപ്പോൾ ഒരു 25 അല്ലെങ്കിൽ ഒരു 30 ഏജൊക്കെ ആണ് നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താവും, പേടിയാവും. ഇനിയിപ്പോൾ ജോബ് വിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു സാധനമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തോറ്റു പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും ആയില്ലെങ്കിലോ എന്നുള്ള പേടി നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടും ദ ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ യങ് ഏജ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു ടൈമിൽ നമുക്ക് എന്താ പറയുക, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നെറ്റ്വർക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ഒരുപാട് പേരെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ട്. നമ്മൾ ശരിക്ക് അതിന് വേണ്ടിയിട്ട് ആ ഒരു പാഷൻ എന്താണോ അല്ലെങ്കിൽ ആ ഒരു ഗോൾ എന്താണോ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. സോ യങ് ഏജാണ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ദ ബെസ്റ്റ് ടൈം. ഇപ്പം ജെഫ് ബെസോസിൻ്റെ ഒരു സാധനമുണ്ട്, ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്, റിഗ്രറ്റ് മിനിമൈസിങ് ഫ്രെയിം വർക്ക് എന്ന് പറയാം. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ടൈമിൽ ജസ്റ്റ് പെട്ടെന്ന് എന്ത് ചെയ്യുക, നമുക്കൊരു 80 വയസ്സായി എന്നുള്ളത് ചിന്തിക്കുക. ആ 80 വയസ്സാകുമ്പോൾ എന്നിട്ട് അവിടുന്ന് ഫ്രണ്ടിലേക്ക് ആലോചിക്കുമ്പോൾ ആ 80 വയസ്സിൽ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടില്ല എന്ന് ആലോചിച്ചിട്ട് ഞാൻ റിഗ്രറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുക. സോ അപ്പോൾ ഇരുന്ന് റിഗ്രറ്റ് ചെയ്യുന്നൊക്കെ എന്തുകൊണ്ടും ബെറ്റർ എന്ത് ചെയ്യാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവില്ല, തുടങ്ങിയില്ലല്ലോ എന്നുള്ള റിഗ്രറ്റ് ഉണ്ടാവില്ല. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ഫൈൻ. നമുക്ക് റീൽ റൂൾസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലും നമ്മളുടെ കോ ഫൗണ്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം ടോപ്പിക് ആയിരുന്നു. അത് നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മൾ സക്സസ്ഫുള്ളി റൺ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ലേൺ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ
എസ്പെഷ്യലി എൻ്റെ കോ ഫൗണ്ടർ സഞ്ജിത് സംസാരിച്ചൊരു ടോപ്പിക്കായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മൾ റെയിൽവേസ് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ ആ ഒരു ടൈമിൽ നമുക്ക് തീരുമാനമെടുത്തിരുന്നത്. ഓക്കെ, ഐ എം മൂവിങ് ടു ആയിഷ മിൻഹ. സോ ഒരു ഐഡിയയിൽ നിന്ന് എക്സിക്യൂഷൻ വരെയിലോട്ട് എത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഐഡിയ ഉണ്ട്. ഇവിടെയുള്ള കുറേ ആൾക്കാർക്ക് ഐഡിയ ഉണ്ട്, അവർക്ക് തുടങ്ങണം എങ്ങനെയാണെന്ന് അറിയത്തില്ല. സോ അവരോട് എന്താണ് ഇപ്പോൾ ഓൾമോസ്റ്റ് വാവ്കേട്ടിൻ്റെ ഒരു 1 or 2 years എക്സ്പീരിയൻസ് നിന്ന് ആയിഷ മിന്നക്ക് പറയാനുള്ളത്? ഓക്കെ, സോ ഇവിടെ ഉള്ളൊരു സ്റ്റുഡൻസ് ആണോ അതോ സ്റ്റാർട്ടപ്സ് ഉള്ളവരുണ്ടോ ഓഡിയൻസിൽ, അതോ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടോ? താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റേസ് ചെയ്യൂ. ഓക്കെ ഓക്കെ, സോ നിങ്ങൾക്കാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഏറ്റവും ഉപകാരപ്പെടാൻ പോകുന്നത്. സോ ഞാൻ ഈ എന്താ പറയുക, ലൈക്ക് ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള ഒരു ചെറിയ ഒരു ബേസിക് ഔട്ട്ലൈൻ, എക്സ്ട്രാ ആയിട്ട് ഒന്നും പറയുന്നില്ല, ഏതൊരു സ്റ്റാർട്ടപ്പിനും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് ഔട്ട്ലൈനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് ഐഡിയ ടു എക്സിക്യൂഷൻ. എന്താ ഫസ്റ്റ് വരിക? ഇറ്റ്സ് ഐഡിയേഷൻ. ഓക്കെ, ഇറ്റ്സ് സിമ്പിളായിട്ട് ഞാനൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റോറി ഷെയർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഓക്കെ, സോ ഐഡിയേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ ഐഡിയ ഒരു റിയൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ടോ, അതോ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ് ടു ഗോ, റൈറ്റ്? ഓക്കെ, സോ ബാക്ക് ഇൻ എനിക്ക് തോന്നുന്നു ഒരു 9th standard, യെസ് 9th standardൽ I used to do this, this very basic name slip design, okay? Just, ഇപ്പം നമ്മൾ ഡിസൈൻസ് ഉള്ള പോലെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫ്രെയിം വെച്ചിട്ട് ജസ്റ്റ് എൻ്റെ 2 കസിൻസിന് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അന്നേ ദിവസം ഇവർ സ്കൂളിൽ പോയി, ദേ കെയിം ബാക്ക് വിത്ത് 15 orders. ഞാനന്ന് ക്യാഷിനല്ല ചെയ്തത്. ഓക്കെ, ജസ്റ്റ് അവർ കൊണ്ടുപോയി അവരുടെ ക്ലാസ് ഫ്രണ്ട്സിന് ഇഷ്ടമായി. ജസ്റ്റ് ആകെ 17 കുട്ടികളുടെ ഈ പ്രിലിം സ്കൂൾസ് ഉണ്ടാവുമല്ലോ, 17 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ, അവർക്ക് ഞാൻ ചെയ്തു കൊടുത്തു. And then the next year അത് ഫോളോ ചെയ്തു, and the next year I ഫോളോ ചെയ്തു. and 12th കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും അക്കാഡമിക്സ് ഒക്കെ ഒന്ന് കഴിഞ്ഞ് ഫ്രീ ആയത്. സോ ഐ തോട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഐ ഹാവ് ദിസ് എന്താ പറയുക, നമുക്കൊരു മൈൻഡ് സെറ്റ് വരുമല്ലോ, ഓക്കെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ദാറ്റ് ഈസ് വെയർ ഐ തോട്ട് ഓക്കെ നമുക്ക് ഈ ഐഡിയനെ പറ്റിയിട്ട് ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കാമെന്ന്. ആൻഡ് ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഐഡിയ, നിങ്ങൾ മാർക്കറ്റ് റിസർച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മാർക്കറ്റ് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ലൈക്ക് ഫോർ സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം, ഞാൻ ഇന്ത്യൻ മാർക്കറ്റിൽ 1 to 5 സ്റ്റാൻഡേർഡ്, ജസ്റ്റ് 1 to 5th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികളെ വെറുതെ ഒന്ന് നമ്പർ എടുത്ത് നോക്കിയ സമയത്ത് ഇറ്റ്സ് 18 crore. ഓക്കെ, സോ ആ മാർക്കറ്റിന് അത്രയും ബിഗ് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ബട്ട് ദെൻ അഗൈൻ how do I start it? I don't have anything. Okay, so that is where I thought of building the system. Okay, so first one is idea clear ava, market research cheya, and then it execute cheyalla system build cheyalana second process. So njaningana ee idea, see I have my cousin, he's sitting there, he's co-founder of Wavkit, and നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കസിൻസ് ഉണ്ടാവുമല്ലോ, ബിസിനസ് ഒക്കെ വെറുതെ സംസാരിക്കുന്ന നമ്മൾ ഫ്രണ്ട്സ് ഉണ്ടാവും. ഇറ്റ് വാസ് ദിസ് കസിൻ ഫോർ മീ, ആൻഡ് ഐ സിംപ്ലി ടോക്ക്ഡ് അബൌട്ട് ദിസ്. ആൻഡ് എനിക്കിങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചു വെച്ചൊരു പൊട്ടൻഷ്യൽ ഉണ്ട് ഈ ഐഡിയക്ക് ഞാൻ വിചാരിച്ചു വെച്ച പൊട്ടൻഷ്യലിനെക്കാളും ഡബിൾ ഹി ഷോഡ് മീ, ലൈക്ക് ദിസ് ക്യാൻ ഗോ അറ്റ് ദിസ് ലെങ്ത്. ഓക്കെ, അങ്ങനെ വി ടോക്ഡ് ആൻഡ് അങ്ങനെ ആ പ്രോസസ്സിലാണ് ഹി ബിക്കെയിം ദ കോ-ഫൗണ്ടർ ആൻഡ് ഹിസ് ഫ്രണ്ട് ഓൾസോ ജോയിൻഡ്. അങ്ങനെ നമ്മൾ തന്നാലെ ഒരു ടീമായി. യു ഡിസ്കസ്, യു റിസർച്ച്, യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യു ബിക്കെയിം എ ടീം. ഓക്കെ, സോ അഗെയിൻ ഞാൻ ഇതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ലൈക്ക് ലേണിംഗ് എന്ന് പറയുന്നത് ഇസ് യു നീഡ് ടു ഹാവ് എ ഗുഡ് ടീം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോഴും ഒരു ഫുൾ ടൈം സ്റ്റുഡൻ്റ് ആണ്, ഞാൻ ഡിഗ്രി 2nd year പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. ആൻഡ് ഈവൻ ഇന്ന് ഞാൻ എൻ്റെ 4th sem ഫൈനൽ എക്സാം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇന്നും എനിക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഐ നോ മൈ ബ്രാൻഡ് ഇസ് വർക്കിംഗ് വെൽ ബിക്കോസ് ഐ ഹാവ് എ റിയലി ഗുഡ് ടീം. ഇവരും നമ്മൾ അതർ ഇൻറ്റേൺസും ആയിട്ടുള്ള ടീം, they'll make sure it works. So having a really good team is important. Okay, so ideation വേണം, അതിനുള്ള സിസ്റ്റം ബിൽഡ് ചെയ്യണം, നല്ലൊരു ടീം ബിൽഡ് ചെയ്യണം. ആൻഡ് ദെൻ ശരിക്കും പറഞ്ഞാൽ ആഫ്റ്റർ ഓൾ ദീസ് ടീം ബിൽഡിങ് ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ചു നമുക്കിതെങ്ങനെ ചെയ്യാൻ പറ്റുക. കാരണം വെബ്സൈറ്റ് ബിൽഡിംഗ് ഒന്നും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. വി തോട്ട് നമുക്ക് വാട്സാപ്പിൽ എടുക്കാം, ജസ്റ്റ് ഞാൻ വിചാരിച്ച വാട്സാപ്പിൽ ഓർഡേഴ്സ് ലൈക്ക് 20,000 ഓർഡേഴ്സ് വാട്സാപ്പിൽ കസ്റ്റമൈസേഷൻ ചെയ്യുന്ന ആലോചിച്ച് നോക്ക്. It's a really bad idea, right? So he said that is a really bad idea. We'll make a website, and he helped me with that.
And അങ്ങനെയാണ് നമ്മൾ വോക്കിറ്റ് എന്നുള്ളൊരു സാധനം ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തെടുത്തു. ഓക്കെ, പക്ഷെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്താൽ മാത്രം മതിയോ? നോ, റൈറ്റ്? there's something like, see, idea to execution, ഈ ഒരു പ്രോസസ് ഐഡിയ ടു എക്സിക്യൂഷൻ നടന്ന്, ഐഡിയേഷൻ നടന്നു, സിസ്റ്റം ബിൽഡ് ചെയ്യലും നടന്നു. പക്ഷേ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇസ് വെൻ യു ഫൈൻഡ് ദി ചാനൽ ടു റീച്ച് ദി കസ്റ്റമേഴ്സ്, റൈറ്റ്? അവരാണല്ലോ നമ്മളെ എൻഡ് പോയിന്റ്. ഓക്കെ, സോ നമ്മൾ കസ്റ്റമേഴ്സിനെ ലൈക്ക് അവരുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഒരു ചാനൽ ചൂസ് ചെയ്തത് സോഷ്യൽ മീഡിയ. ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നതും എനിക്ക് കിട്ടിയ വിസിബിലിറ്റി ഇൻ സോഷ്യൽ മീഡിയ കാരണമാണ്. ആൻഡ് I'm sorry I'm taking a little bit of time, but I'm very proud to say ഇന്ന് ഞാനിവിടെ ഇരിക്കാൻ, ഈ പെരിന്തൽമണ്ണ സ്കെയിലപ്പിൽ വന്നിരിക്കാനും കാരണം ഒരു പെരിന്തൽമണ്ണക്കാരനായിരുന്നു. It's our first video with Basim Play that hit the rock bottom and you know, എന്താ പറയുക, I'm very thankful to him. ശരിക്കും എന്താ പറയുക, ഫ്രം സീറോ നമ്മൾ ആരെങ്കിലുമൊക്കെ മനസ്സിലെത്തിച്ചിട്ടുണ്ടെങ്കിൽ, അത്രയും ആൾക്കാരെ മനസ്സിലെത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ഹിം ആൻഡ് മെനി അതർ ഇൻഫ്ലുവൻസേഴ്സ്. എന്താ പറയുക, ലൈക്ക് കോഴിക്കോട്ടിയോ ഹനാൻ ശിവരെല്ലാം നമ്മൾ അപ്രോച്ച് ചെയ്ത സമയത്ത് ശരിക്കും നമ്മൾ ഈ എന്താ പറയുക ഗ്രോയിങ് സ്റ്റാർട്ടപ്സിന് ഏറ്റവും നല്ല സപ്പോർട്ട് എന്നത് ശരിക്കും അവരായിരുന്നു. കാരണം ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് അപ്രോച്ച് ചെയ്തു, ചോദിച്ചു ക്യാൻ വി ഡൂ ദിസ്, നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു തരാൻ പറ്റുമോ, ആൻഡ് ദേ ഹോൾ ഹാർട്ടഡ്ലി വെൽക്കം അസ്. ഇപ്പം ബാസിംഖിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഹി സെഡ് പോരെ വീട്ടിൽ പോരെ നമുക്ക് ചെയ്യാലോ, ആൻഡ് ദെൻ വി വെന്റ് ദേർ ആൻഡ് വി ടുക്ക് ദ വീഡിയോ ആൻഡ് ദാറ്റ് വാസ് അവർ first hit and yeah, that's it. So that is how we reach the customers. So നമ്മൾ കസ്റ്റമേഴ്സിലെത്തി. ഇനി ഇതും മതിയോ? ഇതും പോരാ മോഡലിൽ. You need to wait and just not give up. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എക്സിക്യൂഷൻ്റെ സമയത്ത് എവറി ഡേ ഈസ് ഡിഫിക്കൾട്ട്. എല്ലാ ദിവസവും നമ്മൾ വിചാരിക്കും ഇത് മതി, ഇത് നിർത്തി പോവാം, ഇതിൻ്റെ കൊണ്ട് നടക്കൊന്നുമില്ല. എവറി ഡേ ഈസ് ഡിഫിക്കൾട്ട്. ഐ തിങ്ക് the senior people sitting here, I think every day എന്തായാലും നമുക്ക് എങ്ങനെയുള്ള ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഉണ്ടാവും, പക്ഷെ ചൂസ് നോട്ട് ടു ഗിവ് ഇറ്റ്. യാ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, താങ്ക് യു മിൻഹ. സോ ഐ തിങ്ക് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അറഫാത്തിനോടാണ്. സോ അറഫാത്ത്, സ്കെയിൽ ചെയ്യുമ്പോൾ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് മെയിൻ ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്? ആ ഒരു ടൈമിൽ എങ്ങനെയായിരുന്നു ഇത് ഓവർകം ചെയ്തിട്ടുണ്ടായിരുന്നത്? ആ ടൈമിൽ സ്ട്രഗിൾ ചെയ്യുന്ന ടൈമിൽ സ്കെയിൽ ചെയ്യുമ്പോഴുള്ള സ്ട്രഗിൾസ് എങ്ങനെയൊക്കെയായിരുന്നു മറികടന്നിട്ടുണ്ടായിരുന്നത്? അപ്പോൾ ഇപ്പോൾ സ്കെയിൽ ചെയ്യാൻ പോകുന്ന ഫൗണ്ടേഴ്സിനോട് എന്തൊക്കെ ടേക്ക് അവേസ് ആണ് ആ ഒരു ജേണിയിൽ നിന്ന് കിട്ടിയ എന്തൊക്കെ ടേക്ക് അവേസ് ആണ് അറഫാത്തിനുള്ളത്? ഞാൻ പിക്സൽ പോസ്റ്റ് സ്കെയിൽ ചെയ്യുന്ന സമയത്ത് ഇപ്പം കറൻറ്റ്ലി ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഓൾ കേരള ഒരു 9 ഡിസ്ട്രിക്റ്റിൽ നമുക്ക് സ്ക്രീൻസ് വരുന്നുണ്ട്. ഒരു 120+ ലൊക്കേഷൻസിൽ നമുക്ക് റെസ്റ്റോറൻറ്റ്സായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഞാൻ ഒരു 6 മാസം മുന്നേ 6 മാസമല്ല 1.5 ഇയേഴ്സായി 1.5 ഇയേഴ്സ് മുന്നേ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്കൊരു 22 ലൊക്കേഷൻസ് കാലിക്കറ്റ് ഉണ്ടായിരുന്നു. എല്ലാം ഓക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, ഒരു 2 lakh 3 lakh റവന്യൂ വരുന്നുണ്ടായിരുന്നു മന്ത്ലി. അപ്പം പ്രശ്നം പറ്റിയത് ഞാൻ സ്കെയിൽ ചെയ്തപ്പം ബാക്ക് ടു സീറോ എന്നുള്ള രീതിയിലായി. വരുന്ന പൈസയെല്ലാം ബേൺ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നു, ലോസിലേക്ക് ആവുന്നു. ഇത് പിന്നെ പുതിയ ഡിസ്ട്രിക്റ്റിലേക്ക് പോയപ്പം ഇതെന്താണ് അവിടെ മാനേജ് ചെയ്യാൻ വേറെ ടീമിനെ ബിൽഡ് ചെയ്യേണ്ട വന്നു. ബിൽഡ് ചെയ്ത ടീം കറക്റ്റായിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ പോകുന്നില്ല. ചില സമയത്ത് അങ്ങോട്ട് ട്രാവൽ ചെയ്യേണ്ടി വരുന്നു, അവിടുന്ന് ടീമിനെ വേറെ ബിൽഡ് ചെയ്യുന്ന വരുന്നു. അപ്പം ചില ദിവസം മെയിൻ ഇഷ്യൂ വന്നത് നമ്മൾ ടീമെല്ലാം കാലിക്കറ്റാണ് ഉള്ളത്. നമുക്ക് കണ്ണൂർ കാസർഗോഡ് സ്ക്രീൻസ് ഉണ്ട്. കാസർഗോഡുള്ള സ്ക്രീൻസ് ഓഫായി. അപ്പം അവിടെ ഓൺബോർഡ് ചെയ്ത ക്ലയൻറ്റ് ലൊക്കേഷനിൽ വന്ന് നോക്കിയപ്പം സ്ക്രീൻ ഓഫായിട്ടിരിക്കുക. അപ്പം ക്ലയൻറ്റ് വിളിച്ചിട്ട് ഫുള്ള് തെറിവിളി, നിങ്ങൾ ആളെ പറ്റിക്കുകയാണോ അതായതാന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ പ്രശ്നം. നമുക്ക് ഓൾറെഡി സ്ക്രീൻ ഓൺ ആണോ ലൈവ് ആണോ എന്ന് അറിയാൻ വേണ്ടി പറ്റും. പക്ഷേ ക്ലയൻറ്റിനെ അവിടെ സ്ക്രീൻ ഓഫായ കാര്യം അറിയിക്കാൻ വിട്ടുപോയി. നമ്മുടെ ടീമിൻ്റെ അടുത്ത് വന്ന ഭാഗ്യം എൻ്റെ മിസ്റ്റേക്കാണ്. അപ്പം അതുപോലത്തെ മിസ്റ്റേക്ക് വന്നപ്പം കാസർഗോഡ് പോയി ആ സ്ക്രീൻ റെഡിയാക്കേണ്ട വന്നു. അപ്പോൾ ആ ട്രാവലിങ്ങിൻ്റെ പ്രശ്നവും അവിടെ എന്തുകൊണ്ട് നമുക്കത് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സ്ക്രീൻസ് ഓട്ടോമാറ്റിക്കലി ഓൺ ആവണം ഓഫ് ആവണം, അതുപോലത്തെ കുറേ ഇഷ്യൂസ് സോൾവ് ആവാതെ ഞാൻ സ്കെയിൽ ചെയ്യാൻ നോക്കി. അപ്പം എനിക്ക് തോന്നുന്നു ഒരു കറക്റ്റായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ്, ഒരു PMF ഇല്ലാതെ നമ്മൾ സ്കെയിൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറേ ഇഷ്യൂസ് വരും. നമ്മൾ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടി നിൽക്കും. അപ്പം നമുക്കവിടെ കുറേ മിസ്റ്റേക്ക് വന്ന കാരണം കുറേ ലോസ് വരുന്നുണ്ടാവും. അപ്പം ഈ ഒരു സ്റ്റേജിൽ നമ്മൾ
പക്ക പ്രോഡക്റ്റ് എന്താണോ. ഇപ്പം കാലിക്കറ്റ് ഞാൻ 22 ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു. ആ 22 ലൊക്കേഷൻസ് എനിക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റിയത് ഞാൻ കാലിക്കറ്റ് തന്നെ ഉള്ളതുകൊണ്ടാണ്. ബാക്കിയുള്ള ലൊക്കേഷനിലോട്ട് പോയി കഴിഞ്ഞപ്പം അവിടെ എനിക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റാണ്ടായിപ്പോയി. അപ്പം ആ കാലിക്കറ്റുള്ള ലൊക്കേഷൻ കറക്റ്റായിട്ട് SOPs ക്രിയേറ്റ് ചെയ്ത്, ഇപ്പം സെയിൽസ് ആണെങ്കിൽ സെയിൽസിന് അവിടെ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ഓൺ ബോർഡിങ്ങിനാണെങ്കിലും ഇന്ന ക്ലയൻറ്റ് വന്നു, ആ ക്ലയൻറ്റിന് കണ്ടൻറ്റ് വാങ്ങി അത് കണ്ടൻറ്റ് മാനേജ്മെൻറ്റ് ടീമിലേക്ക് കൊടുക്കുന്ന ഒരു കറക്റ്റ് SOP ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും പ്ലേസ് ചെയ്യാതെ നമ്മൾ പക്ക SOP ബിൽഡ് ചെയ്യാതെ നമ്മളൊരു സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂ ആവും. പിന്നെ സ്കെയിൽ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കണം. ഒരു കറക്റ്റ് പ്രൊഡക്റ്റ്, ഒരു പെയിൻ ആണോ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഒരു റീലിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ ഒരു ബിസിനസ് പറയുകയാണെങ്കിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് വിറ്റമിനും പറയും, ഒന്ന് പെയിൻ കില്ലറും പറയും. വിറ്റമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ കിട്ടിയാലും കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കാം. പക്ഷേ പെയിൻ കില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഡയർ നീഡായിട്ടിരിക്കുന്നൊരു ടൈമിൽ അതൊന്ന് കുത്തിവെച്ച് കഴിഞ്ഞാൽ അത്രയും ആശ്വാസമാണ്. അപ്പം അതുപോലത്തെ പ്രൊഡക്ട്സ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് സ്കെയിൽ ചെയ്തോളാൻ പറയും. ആ ഒരു പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു ക്ലയൻറ്റിനെ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ക്ലയൻറ്റ് എത്ര പൈസ വന്നിട്ടാണെങ്കിലും നമുക്ക് അടുത്ത് വാങ്ങും. അപ്പം ഒരു വിറ്റമിൻ പോലത്തെ ഒരു പ്രൊഡക്റ്റ് നോക്കാതെ ഒരു പെയിൻ കില്ലർ പോലത്തെ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ അർഫാത്ത്, എനിക്ക് 3 ടേക്ക് അവേസ് ആണ് മോർ ദാൻ കിട്ടിയത്. ഒന്ന്, നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ അതൊരു പ്രൂഫ് ഓഫ് സ്കെയിലും കൂടിയും കണ്ടുപിടിക്കണം. അതിനുശേഷം നമ്മളൊരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് സ്കെയിൽ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് അർഫാത്ത് പറഞ്ഞത്. ആൻഡ് മോർ ദാൻ നമ്മൾക്കിപ്പോൾ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യേണ്ട രീതിയിലുള്ള ഐഡിയാസും അതുപോലെ തന്നെ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്പീഡ് ഓവർ പെർഫെക്ഷൻ ചൂസ് ചെയ്യണമെന്നാണ് ലാസ്റ്റ് പറഞ്ഞതെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു അർഫാത്ത്. ഐ മൂവിങ് ടു ഷഹബാസ്. One of the hottest topic last month, founder of boat Aman Gupta full whale invest ചെയ്തു എന്നായിരുന്നു. സോ എനിക്ക് ഷഹബാസിനോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, ഒരു കമ്പനി എപ്പോഴാണ് ഫണ്ട് റൈസ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഫണ്ട് റൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, താങ്ക് യു. അത് അനൗൺസ് ചെയ്ത് എന്തായാലും. ഓക്കെ, അപ്പോൾ ഞാൻ അത് പറഞ്ഞ് തന്നെ തുടങ്ങാം. അതായത് എനിക്ക് ഞങ്ങളെങ്ങനെ ഫണ്ട് റൈസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് തന്നെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാവും നന്നാവുക. സോ എല്ലാവർക്കും ഫുൽവ എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഓൺലൈൻ ഹൽവ സ്റ്റോറാണ്, ഒരു ഹൽവ കമ്പനി. സോ അവിടെ എന്തിന് ബോർഡ് കോ ഫൗണ്ടർ അമൻ ഗുപ്ത ഇൻവെസ്റ്റ് ചെയ്യണം? അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം ഷാർക്ക് ടാങ്ക് എന്ന പോലത്തെ ഇവൻറ്റ്. ആ ഷാർക്ക് ടാങ്കിലുള്ള ഈ ഒരു ഷാർക്ക് എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം? അപ്പം ഞാൻ എന്താ പറയുക, നമ്മൾ ത്രൂ ഔട്ട് നമ്മളെ ഈ ഒരു ടൈം ഇത് അനൗൺസ് ചെയ്തതിന് ശേഷം ആണെങ്കിലൊക്കെ ഇപ്പോഴും കുറേ പേര് കൺഫ്യൂസ്ഡ് ആണ്. എന്താണ് എന്നാലും ഇതിലുള്ളത്? ഹലുവല്ല ഇവർ വെക്കുന്നത്, അതിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് മേ ബി നിങ്ങൾക്കും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആ ഒരു കാര്യം. സോ അതാണ് ശരിക്ക് അത് എന്തുകൊണ്ട് എന്നുള്ളതിന് അതിന് ആൻസറാണ് ശരിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഫണ്ട് റേസിങ്ങിലേക്കുള്ള ഒരു സ്ട്രാറ്റജി എനിക്ക് പറയാനുള്ളത്. എന്നെ വളരെ ക്രിസ്പായിട്ട് നമ്മുടെ ആ ഒരു ജേണി എന്ന് പറഞ്ഞു തരാം. ആക്ച്വലി ഫണ്ട് റേസിങ് നമുക്ക് നമ്മുടെ കേസിൽ വളരെ സിമ്പിളായിരുന്നു. പക്ഷേ നമുക്ക് അതുകൊണ്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടി ആയിരുന്നു. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേർഷന് നടക്കും. അതായത് ഫണ്ട് റേസിങ് വളരെ ഡിഫിക്കൽട്ടി ആവും, പക്ഷേ നമ്മൾ ഡിഫിക്കൽട്ട് അനുഭവിച്ച ഏരിയ ഭയങ്കരമായിട്ട് സിമ്പിളാവുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ സിമ്പിളാക്കുന്ന സമയത്ത് അതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ, നമ്മൾ 4 പേരാണ് ഫുൽവ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 2 year ആയി. നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കോഴിക്കോട് നിന്നാണ് തുടങ്ങുന്നത്. ആ കോഴിക്കോടുള്ള ഹലുവയാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ടിങ് മുതലേ ആളുകളുടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന കാര്യം എന്താ വെച്ചാൽ, ഈവൻ നമ്മൾ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിലും ആളോട് പോയി ചോദിക്കും. മീൻസ് ഒന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ട്, ഹലുവൻ്റെ ഒരു പ്രീമിയം ബോക്സാണ്. അപ്പോൾ പ്രീമിയം എന്ന് പറയുമ്പം ആളുകൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ എത്ര വില വരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ വില പറയും. ആ വില പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് അവരോട് തിരിച്ച് നമ്മളോട് പറയുന്ന കാര്യം, അപ്പം ഇവിടെ മാർക്കറ്റിൽ നമുക്ക് ഇത്ര കിട്ടൂലേ, നിങ്ങളെങ്ങനെയാണ് ചെയ്യുക, അത് കഴിച്ചിലാവോ, സക്സസ് ആവോ എന്നുള്ള ചോദ്യമാണ് നമ്മളിപ്പോഴും ഓർക്കുന്നത്. അതായത് നമ്മൾ മൾട്ടിപ്പിൾ ആളുകൾ ചോദിച്ചിട്ട് ഒരാളടുത്തു നിന്ന് പോലും നമുക്ക് ആ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മൾ 4 പേരുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തത് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനല്ല, 4 പേർക്കും ലോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ട് നമ്മളത് ഫസ്റ്റ് ബാച്ച് ലോഞ്ച് ചെയ്തു. അവിടുന്ന് അങ്ങോട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് അങ്ങോട്ട് ആക്ച്വലി എന്താ വെച്ചാൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ പ്രീമിയം കാറ്റഗറിയാണ്. കറൻ്റ്ലി മാർക്കറ്റിൽ ഹൽവ അങ്ങനെ അവൈലബിൾ അല്ല. സോ
അത് കാത്തു നിൽക്കുന്ന കുറച്ച് പേര് അവിടെ ഉണ്ടായിരുന്നു. അവർ നമ്മളെ നല്ല അടിപൊളിയായിട്ട് വെൽക്കം ചെയ്ത് ആ സ്റ്റാർട്ടിങ്ങിലുള്ള ആ പ്രൊഡക്ട്സ് തന്നെ അടിപൊളിയായിട്ട് തീർന്നു. നമുക്കൊരു വല്ലാത്തൊരു എനർജി കിട്ടി. അപ്പോൾ ഇവിടെ നിന്നാണ് ശരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ തുടങ്ങി ഈവൻ ഇപ്പം അമൻ ഗുപ്ത ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറയുന്നത് വരെയുള്ളൊരു ജേണി എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കോട്ട് പോകുന്ന സമയത്ത് അത്രയും, അതായത് എല്ലാ ഫൗണ്ടേഴ്സും ഫേസ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ എല്ലാ ഫൗണ്ടേഴ്സും കടന്നു പോകുന്ന കാര്യം അത്രയും സ്ട്രഗിൾ ആയിരുന്നു. മീൻസ് നമ്മൾ ബ്രാൻഡിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നു, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നു, ഓരോന്നിനും ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ ഫണ്ട് റൈസിങ്ങിൻ്റെ കാര്യം സത്യത്തിൽ മറന്നു പോയിട്ടിരുന്നു. നമ്മൾ ഫുൽവൻ്റെ കേസിൽ പറയുമ്പോൾ ഇതുവരെ ഫുൽവ ഒരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്തിട്ടില്ല. ബട്ട് നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത് എലിവേറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. മലയാള മനോരമ നടത്തുന്ന മലയാള മനോരമ ഓൺലൈൻ നടത്തുന്ന എലിവേറ്റ് ഷോ. അപ്പം ഇതാണ് ശരിക്കും നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് മുന്നിൽ ആദ്യമായിട്ട് പിച്ച് ചെയ്യുന്ന ഒരു ഇവന്റ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നാണ് നമുക്കൊരു കോൺഫിഡൻറ്റ് കിട്ടുന്നത്. നമുക്ക് നല്ലൊരു മെന്റർ കം ഇൻവെസ്റ്റർ കിട്ടി. നല്ലൊരു മെന്റർ കം ഇൻവെസ്റ്റർ കിട്ടി. അവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എടുത്തു. അതിനുശേഷം ഇതുവരെയുള്ളൊരു ജേണി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ഹാർഡ് വർക്കിംഗ് മൊമെന്റ്സ് ആണ്. സോ അമൻ ഗുപ്തയിലേക്ക് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൂലി നമ്മുടെ പ്രൊഡക്റ്റാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ ബിൽഡ് ചെയ്തെടുത്തൊരു ബ്രാൻഡാണ്. അതിൻ്റെ ഒരു സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ട് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. ബോട്ടിൻ്റെ സൗത്ത് ഇന്ത്യ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, ഹെഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അവർ നമ്മുടെ പ്രൊഡക്റ്റ് ഗിഫ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ കിട്ടി. അതുപോലെ ഈ ബോട്ടിൻ്റെ ടീമിനൊക്കെ അത് ഗിഫ്റ്റിന് കിട്ടി. അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവർ നമ്മളോട് അപ്രോച്ച് ചെയ്തു, നമുക്കിങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളും ഭയങ്കര ഹാപ്പി. കാരണം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നു അത് ആ ഒരു മൊമെൻറ്റ്. കാരണം നമ്മൾ അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നില്ല. ബട്ട് അത് കണ്ടിന്യൂ ചെയ്തു. നമുക്ക് ഇങ്ങനെ ഒരു ഡീൽ ക്ലോസ് ചെയ്യാൻ പറ്റി. സോ ഇതിന് ഓവറോൾ പറയാനുള്ളത്, നമുക്ക് നമ്മുടെ ആ ഒരു പ്രോസസ്സിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രസൻസ് കണ്ടിട്ട് ആളുകൾ അപ്രോച്ച് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ളൊരു മൊമെൻ്റ് അങ്ങനെയാണ്. അല്ലെങ്കിൽ ഈ ഫണ്ട് റൈസിങ് സിനാരിയോ അതാണ്. സോ അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. നമ്മൾ പ്രോസസ്സിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ട് റൈസിങ് അല്ലെങ്കിൽ ഫണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫണ്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ നമ്മളെ തേടി വരും. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഷബ. ആൻഡ് വൺ മോർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദിൽഷാദിനോടാണ്. ഇവിടെ കുറേ ആസ്പയറിങ് ഫൗണ്ടേഴ്സ് ഉണ്ട്, ഓണ്ടർപ്രണേഴ്സ് ഉണ്ട്. അവർക്ക് നിങ്ങളുടെ ലൈഫ് ലെസൺസ് നിങ്ങൾ കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് അഡ്വൈസ് എന്തൊക്കെയാണ്? ആക്ച്വലി ഇവിടെ ഇരിക്കുന്ന ഇത്രയും ലേറ്റായിട്ട് പിന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും കണ്ണുകളിൽ ആ ഒരു ഹങ്കർ ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി എനിക്ക് തരാനുള്ള ലെസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാവ് യു ഹേർഡ് ദി സ്റ്റോറി ഓഫ് ബാംബു? ഇന്ത്യൻ ബാംബുവിൻ്റെ സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അറൗണ്ട് 3 to 5 years അത് അണ്ടർഗ്രൗണ്ടിലേക്കാണ് ഗ്രോ ചെയ്യുക, അണ്ടർ ദി ഡേർട്ട്. അത് 3 to 5 വർഷം അത് താഴേക്ക് ഗ്രോ ചെയ്യും. ദെൻ വിത്തിൻ 5 weeks ഇറ്റ് ഷൂട്ട് അപ്പ് ഇൻ ദി സ്കൈ. യാർഡ്സുകൾ അതെന്താവും മുകളിൽ 5 വീക്ക് കൊണ്ട് ഉയരങ്ങൾ അത് വരും. ആ സമയത്ത് ആൾക്കാർ പറയും, വാവ്, ബാമ്പു എത്ര പെട്ടെന്നാണ് വളരണേന്ന്. ആക്ച്വലി 5 years ബിഹൈൻഡ് ഇറ്റ്, ലോട്ട് ഓഫ് പേഷ്യൻസ് ദർ, hard work there. So the most important thing is not in the stage, behind the stage. ഈ ഇരിക്കുന്ന ഓരോരുത്തരും ഈ സ്റ്റേജിൽ ഇരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ഗ്രൈൻഡിങ്സ് ഉണ്ട്. ദാറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ലൈക്ക് ബാംബു. പിന്നെ വരുന്നത് രണ്ടാമത്തെ ഒരു കാര്യം ഓണ്ടർപ്രണേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, കോമ്പീറ്റ് യുവർ സെൽഫ് നോട്ട് ഇൻ കോമ്പറ്റേറ്റേഴ്സ്. കോമ്പീറ്റ് യുവർ സെൽഫ്, improve every day, be better than today. That's the most important thing. You know what, money is printing banks every time, so we are going to chase the money. No, we don't need to chase the money, even though instead of that we have to improve our skills, improve our language, improve our networks, improve our strategies. That's the most important thing. Because be irreplaceable, that is not the word, be irreplaceable. That is the most important thing. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ സാധാരണ കൂലിപ്പണിക്കാർ ചീപ്പറാകുന്നത് അറിയോ? കാരണം അവർ പോയ വേറെ ആൾക്കാർ വരും. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് be irreplaceable. In the life, in the case of business, be irreplaceable. That's the most important thing.
മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നുള്ളതാണ്. ഈ സെൽഫ് ബിലീഫ് എവിടെ നിന്ന് വരുന്നത് അറിയാം? ആക്ച്വലി ഇറ്റ്സ് കം ഫ്രം മൈൻഡ്. I think the most important thing in the world is mind. ഈ മൈൻഡ് ഏറ്റവും പവർഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു ഫ്രം ഷോർട്ട് തിങ്സ്. ആദ്യം നമ്മൾ ഒരു 5 പേജ് വായിക്കാമെന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാം. ഇങ്ങനെ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ നമ്മളോട് പ്രോമിസ് ചെയ്ത സക്സസ്സുകൾ റെഡിയായി വരുമ്പോൾ നമ്മുടെ മൈൻഡ് ബ്രേക്ക് ചെയ്യും, ബ്ലൈൻഡായിട്ട് നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങും. സോ ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ഇവിടുന്ന് താഴ്ത്തിരിക്കുന്ന സമയത്ത് ഒരു പയ്യനോട് ചോദിച്ചു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എനിക്ക് പറഞ്ഞു തരാൻ കഴിയുമെന്ന്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് ബൗൺസ് ബാക്ക്. 1 minute. ഈവൻ നമ്മൾ എത്ര ട്രാജഡി കൂടെ കടന്നു പോകുമ്പോഴും യെസ് ചില സമയത്ത് ബിസിനസ് ആകെ ബാഡ് ആവും. ഇറ്റ്സ് കം ടു സൗത്ത്. വീട്ടിൽ പോവുക, 9-10 hours കടന്നുറങ്ങുക, ഇനഫ് ഗെറ്റ് ബാക്ക് ടു ദി വർക്ക്. ഓക്കെ, ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഈഗിൾ സാധാരണ 30 to 60 years ആണ് ജീവിക്കുക. 30 years കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഹൈറ്റിൽ പറക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൂരെയുള്ള മലമടകളിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അതിൻ്റെ ഫെതേഴ്സ് മൊത്തം കൊത്തിയെടുക്കും. അതേപോലെ ടാലൻസ്, കാരണം അതിന് ക്യാച്ച് ചെയ്യാൻ കഴിയില്ല ഇരകളെ, അത് പിന്നെ കൊക്കൊണ്ട് കൊത്തിയെടുക്കും. ദെൻ റോക്കിൽ പൊട്ടിച്ച് കളയും. എന്നിട്ട് വെയിറ്റ് ചെയ്യും, പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യും ഇതൊക്കെ തിരിച്ചു വരാൻ വേണ്ടി. ദെൻ ഒരു ബാക്ക് ഉണ്ട്. സോ ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. സോ ദീസ് ആൾ വാട്ട് ഐ നീഡ് ടു സേ. എവറി സക്സസ് ഹാവ് ദി പ്രൈസ്. സോ take that prize. And I proudly announce one thing here. Actually എക്സ്പോർട്ടിൻ്റെ ഫൗണ്ടർ ഫാരിസ് സുലൈമാനുമായിട്ട് ഇവിടുന്ന് സംസാരിച്ചിരുന്നു. അവർ ഒസായിക്ക് വേണ്ടി 25 lakh ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. വളരെ ഹാപ്പി ആയിട്ട് ഈ മൊമെൻറ്റ് ഷെയർ ചെയ്യാണ്. ഫാരിസ് ഈസ് ഹിയർ. സോ ഈ ഒരു മൊമെൻറ്റ് തന്നത് സ്കെയിലപ്പാണ്. താങ്ക് യു സ്കെയിലപ്പ്. താങ്ക് യു. Thank you, Dilshad, for wonderful advices. So I think we can wind up the event. So yeah. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ച ഷിബിനോട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കണ്ടേ? സോ അഗെയിൻ ഒരു അഡ്വൈസ്, ഇതിലിപ്പോൾ കുറേ ഇരിക്കുന്നവർക്ക് കുറേ ഉണ്ടാവും ഫുഡ് ഏരിയയിലേക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്ന് കുറേ ആഗ്രഹമുള്ളവരുണ്ടാവും. സോ അവർക്ക് എന്താണ് കൊടുക്കാനുള്ളത്? ഓക്കെ, നമ്മൾ ഒരു ഫുഡായിട്ട് എനിക്കൊന്ന് ടൈം ലിമിറ്റഡ് ആണ്, ഞാൻ പെട്ടെന്ന് പറയാം. നമ്മളൊരു ഫുഡായിട്ട് സ്റ്റാർട്ട് ചെയ്ത ബ്രാൻഡല്ല, ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത ബ്രാൻഡാണ്. നമ്മൾ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഹൈജീനിക് ആയിട്ടോ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ മോസ്റ്റ്ലി ആൾക്കാർക്കും ആർക്കും കിട്ടിയിട്ടില്ല. സോ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഹൈജീനിക് ആയിട്ട് അഫോർഡബിൾ ആയിട്ട് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ ആപ്സ് ആയിട്ട് ഫുഡ് സ്റ്റാർട്ട് ചെയ്തു. ഇനീഷ്യലി നമ്മൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പ്രിമൈസിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ കാലിക്കറ്റ് സ്കെയിൽ ചെയ്തു. പിന്നെ ഇപ്പോൾ കറൻറ്റ്ലി നമുക്ക് 5 ഓപ്പറേഷണൽ ഔട്ട്ലെറ്റ് ഉണ്ട്. ആൻഡ് KSRTCയുടെ കേരള ഗവൺമെൻറ് ഒഫീഷ്യൽ ഫുഡ് പാർട്ട്ണറാണ് ഇപ്പോൾ റെയിൽ റോൾസ്. ആൻഡ് ഇപ്പോൾ നമ്മളുടെ ഇവിടെ ഇത്രയും ആൾക്കാരുണ്ടായതുകൊണ്ട് പറയുന്നത് നമ്മളുടെ പുതിയ ഔട്ട്ലെറ്റ് ഈ സാറ്റർഡേ ഇനാഗുറേഷനാണ് എറണാകുളം KSRTC ബസ് സ്റ്റേഷനിൽ വെച്ചിട്ട്. സോ ഇഫ് എവരി വൺ എത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 11 AM 28th March എല്ലാവരും എത്തണം. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു ഫുഡിൻ്റേതായിരുന്നില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. നമുക്ക് വളരെ സമയം പരിമിതമാണ്, അതുകൊണ്ടാണ് നമുക്കിപ്പോൾ നിർത്തേണ്ടി വന്നത്. എന്നിരുന്നാലും ഈ ഒരു യങ് ഓൺട്രപ്രണേഴ്സിന് ക്യാൻ വി ഹാവ് എ ലൗഡ് റൗണ്ട് ഓഫ് അപ്ലോസ് എവരിബഡി ടുഗദർ. ആൻഡ് ഐ വുഡ് ലവ് ടു വെൽക്കം Lena and Mr. Munir from Arkan Group to please hand over a small token of love, a gesture of appreciation to all the panelists here, to all the young entrepreneurs here. And as we all know, they have come all the way from Poland to Kerala, God's country, in Malappuram. നമ്മളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ അവർ പോളണ്ടിൽ നിന്നാണ് എത്തിയിരിക്കുന്നത്. ആൻഡ് ദേ ആർ ഹിയർ ഹാൻഡിങ് ഓവർ ദിസ് അവാർഡ്, this token of love to all these successful young entrepreneurs. Lena and Munir, welcome once again.
Starting from Mr. Shabaz NC, founder of Fulwam. A big round of applause. And here we have Aisha Minha. So yes, ladies and gentlemen, that's it. And here, welcoming Aisha Minha. Aisha Minha being the founder of the Wow Kid. Moving on, please. Aisha Minha. She is truly the Wow founder of the Wow Kid. Welcoming Arafat Ansari, founder of Pixel Post. Arafat Ansari. Here we have Mr. Fahim Shahid, founder of Anico. Mr. Fahim Shahid. Yes. നമുക്ക് നന്നായിട്ടൊന്ന് കൈയടിക്കാരോ പ്ലീസ് എല്ലാവരും ചേർന്ന് we can do that together as a whole, as a community, as a family here. And next, Mr. Shibin K, CEO and co-founder of Railrolls. And yes, sir, Shibin പറഞ്ഞ പോലെ he found a solution to the problem and the business became a success. Last but not the least, we have a very vibrant speaker too. I should say that not just an entrepreneur, he was a wonderful speaker too. Welcoming Mohammed Dilshad, founder of Versai Technologies. ഈ ഒരു വേദിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ അടുത്ത ഒരു ബിസിനസ് പ്ലാൻ, അടുത്തൊരു ഇൻവെസ്റ്റർ കൂടി അദ്ദേഹം പ്രൗഡ്ലി ഇവിടെ അനൗൺസ് ചെയ്തു. സ്കെയിലപ്പിന് അതിനൊരു ഓപ്പർച്യൂണിറ്റി, ഒരു വേദി കൊടുക്കാൻ സാധിച്ചതിൽ we are all so proud. To many more heights, to greater heights. Congratulations.